തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. വിഷുവിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കാം. കൂട്ടുകറിയിലേക്ക് വേണ്ട വസ്തുക്കൾ: ഏത്തക്കായ, ചേന, മത്തങ്ങ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം. അതിലേക്ക് വേണ്ട കടലയ്ക്ക, കടുക്, ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, തേങ്ങ, കരിവേപ്പില, ഉണക്കമുളക്, വെളിച്ചെണ്ണ. ഇനി ശർക്കര വേണം. അത് ഞാൻ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി, ഇടുമ്പോൾ കാണിക്കാം. വിഷുവിൻ്റെ കൂട്ടുകറി നമ്മൾ ഉണ്ടാക്കുകയാണ്. നമുക്ക് ഈ കടലയ്ക്ക് ആദ്യം തന്നെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്കിടുകയാണ്. ഇപ്പോൾ നമ്മൾ കടല കഴുകി കുക്കറിലിട്ടു. അത് വേവാനുള്ള വെള്ളം ഒഴിച്ച് അടപ്പത്ത് വയ്ക്കുക. ഇത്ര മാത്രം വെള്ളം. കടലയ്ക്ക് വേവുമ്പോഴത്തേക്കും നമുക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കാം. നമ്മൾ ഈ രീതിയിൽ അരിയുക കേട്ടോ. ഇപ്പോൾ നമ്മൾ മത്തങ്ങ നുറുക്കുകയാണ്. നല്ല കായ കേട്ടോ. ഇപ്പോൾ നമ്മുടെ പച്ചക്കറി നുറുക്കി കഴിഞ്ഞു. ചേന, കായ, മത്തങ്ങ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ക്യാരറ്റ് ഇടാം. ഞാനിടുന്നില്ല. നമ്മുടെ കുക്കർ വിസിൽ ഊതിയിട്ടുണ്ട്. കടലയ്ക്ക വെന്തോന്ന് നോക്കിയിട്ട് നമുക്കിത് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കാനുള്ള പാത്രം വച്ചു. കഷ്ണം കഴുകി വാരിയിടുക. നമ്മുടെ കടല കറക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കഷ്ണം ഇതിലേക്ക് ഇടുകയാണ്. ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായി. പലരും പലതരത്തിൽ കൂട്ടുകറി ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം. നമ്മളിതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. 1 സ്പൂൺ മുളക് പൊടി ഇടുക. നമ്മൾ മുളക് പൊടി കൂടുതലിടാത്തത് നമ്മൾ ലാസ്റ്റ് ഇതിൽ കുരുമുളക് പൊടി ഇടും. ഞാനത് ആദ്യം പറയാൻ മറന്നുപോയിട്ടുണ്ട്. ആവശ്യമുള്ള ഉപ്പിട്ടു. നമുക്കിതൊന്ന് അടിമേലാക്കാമേ. ഇത് നമ്മൾ ഒറ്റ വിസിലേ പാടുള്ളൂ. വെന്തു പോകാൻ പാടില്ല. ഇപ്പം നമ്മുടെ കൂട്ടുകറിക്കുള്ള തേങ്ങ അരയ്ക്കുകയാണ്. തേങ്ങയിലേക്ക് നമ്മൾ കുറച്ച് ജീരകം,
ആവശ്യത്തിന് തേങ്ങ. മതി. തേങ്ങ നമ്മളൊരു അരമുറി തേങ്ങ ചേർക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ വറുത്തിടും. വറുത്തിടാൻ ഒരു തേങ്ങ വറുത്തിട്ടാലാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഒരു മുറി എങ്കിലും തീർച്ചയായിട്ടും വേണം. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കാം. ഇത് അധികം അരയണ്ട, അവിയലിനേക്കാളും കുറച്ചും കൂടി അരഞ്ഞാൽ മതി. ഇപ്പം നമ്മുടെ കുക്കർ ഒരു വിസിലടിച്ചു, ആവി പോയി. നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ കഷ്ണം എല്ലാം വെന്ത് കറക്റ്റായിട്ടുണ്ട്. കടലക്കയിൽ വേവിക്കാൻ വെച്ച വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. തേങ്ങയും എല്ലാം വറുത്തതിന് ശേഷം കാണിക്കാം. ഇപ്പം നമ്മൾ തേങ്ങ വറുക്കാനുള്ള ഉരുളി അടപ്പത്ത് വയ്ക്കുക. നമ്മൾ തേങ്ങ വറുക്കാനുള്ള എണ്ണ ഒഴിക്കുക കേട്ടോ. നമ്മുടെ എണ്ണ മൂത്തു, കടുക് ഇടുക. കടുക് ഇത്തിരി അധികം ഇടുക കേട്ടോ. ഇത് കടുക് പൊട്ടിത്തുടങ്ങി നമുക്ക് ഈ മുളക് ഇടാം. വറ്റൽ മുളക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കരിവേപ്പില ഇടുക. ഇനി നമുക്കിനി ചെറിയ തീയിലേക്ക് ആക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ തേങ്ങ ഇടും ഇതിലേക്ക്. ഒരു ചെറിയ തേങ്ങ മുഴുവനും ഉണ്ട്. ഇത് തേങ്ങ വറുത്തിരുന്നതിലാണ് കൂട്ടുകറിയുടെ നിൽക്കുന്നത്. അത് കാരണം തേങ്ങ അധികം ചേർക്കും നമ്മൾ. ഒരു തേങ്ങ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങ മൂത്ത് തുടങ്ങിയുള്ളൂ. ചെറുതായിട്ടൊന്ന് ചുമക്കണം. ഇപ്പം നമ്മുടെ തേങ്ങ മൂത്ത് കറക്റ്റായിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫാക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കടലയും ചേനയും കായും എല്ലാം എന്ത് കറക്റ്റായിട്ടുണ്ട്. നമ്മൾ ഈ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർക്കുക. ഇതൊന്ന് തിളയ്ക്കട്ടെ. ഞാനിതിനകത്തെ 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ വറുത്ത് കറക്റ്റായിട്ടുണ്ട്. നമ്മൾ ഈ കറി ഇതിലേക്ക് ഒഴിക്കാൻ പോവാം.
നമ്മുടെ ലാസ്റ്റ് മിനുക്കുപണിയാണ്. ഒരു കഷ്ണം ശർക്കര ചേർക്കണമായിരുന്നു. അത് ശർക്കര കല്ലുള്ള ശർക്കര ആയത് കാരണം ഞാൻ തിളപ്പിച്ച് അതിൻ്റെ പാനിയാക്കി വയ്ക്കുക. കുറച്ചൊഴിക്കുകയാണ് ഇതിലേക്ക്. അങ്ങനെ നമ്മളുടെ കൂട്ടുകറി റെഡിയായി. നല്ല രുചികരമായ കൂട്ടുകറിയാണ്. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം. ബായ്.